സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച 2.5 വയസ്സുകാരനായ ലക്ഷ്യത്തിന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. 18 കോടി രൂപയാണ് SMA രോഗത്തിനായി ഇവർക്ക് ചെലവാകുക. ഇതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ഈ 2.5 വയസ്സുകാരൻ ഇന്ന് മയിൽ കൈരളം 6-ാം മൈൽ നിവാസികൾക്ക് നൊമ്പരമാണ്. പ്രതീക്ഷയോടെ രൂപീകരിച്ച സഹായ കമ്മിറ്റി ഭാരവാഹികളുടെയും കണ്ണിൽ ഇന്ന് നിഴൽ വീണിരിക്കുകയാണ്. വാക്കുകളിൽ നിരാശ ഒളിഞ്ഞിരിക്കുന്നു. സമാന രീതിയിൽ രോഗം ബാധിച്ച പല കുരുന്നുകൾക്കും ചികിത്സാ സഹായങ്ങൾ ഒഴുകിയെത്തി ജീവിതത്തിലേക്ക് അവർ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ 6-ാം മൈൽ സ്വദേശിയായ അടുക്കാടൻ അഭിലാഷിൻ്റെയും CT വിജിതയുടെയും മകനായ ലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ സഹായഹസ്തങ്ങൾ വഴി തുറന്നില്ല. ഈ കുരുന്നിൻ്റെ ദയാപൂർണമായ ആ കുഞ്ഞിക്കണ്ണുകൾ നിങ്ങളുടെ കാരുണ്യമാർന്ന മനസ്സിലേക്കാണ് നോക്കുന്നത്. നിങ്ങൾ നൽകുന്ന ചെറിയ തുക പോലും ഈ കുരുന്നിന് സഹായമേകും. 18 കോടി രൂപയാണ് ഈ കുരുന്നിനായി സമാഹരിക്കേണ്ടത്. രോഗാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ആ അമ്മയുടെ വാക്കുകൾ ഇടറുന്നത് ആ നിസ്സഹായതയെ കാണിക്കുന്നു. മോന് SMA എന്ന് പറഞ്ഞ അസുഖമാണ്. 1.5 വയസ്സ് കഴിഞ്ഞിവ നടക്കുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടെയെല്ലാം കാണിച്ചു നോക്കി, ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. 2 വയസ്സ് വരെ നമ്മൾ നോക്കി മാറ്റം വരുന്നു വെച്ചിട്ട്, അപ്പോൾ ഇല്ല. പിന്നെ എന്നിട്ട് 2 വയസ്സായിട്ട് കാണിക്കാൻ പോയി. കാണിച്ചപ്പോൾ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്താൽ മാറും എന്നിട്ട് ഫിസിയോതെറാപ്പി പോയെടുത്ത് നിന്നാണ് ഡോക്ടർ പറഞ്ഞു. കോഴിക്കോട് ആശ്രമത്തിൽ സ്മിലു എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്, കുട്ടികളെ ന്യൂറോളജിസ്റ്റാണ്. മാമിനെ കാണിച്ചു നോക്കാം, എന്തുകൊണ്ടെങ്കിൽ വന്നിന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് പോയതാണ്. കണ്ടപാടിനും മാം അവിടെ പറഞ്ഞ ഒരു ഡൗട്ടുണ്ട്, മോന് ചെറിയൊരു വറയുണ്ട് കൈക്ക്. അപ്പോൾ അതുകൊണ്ട് മാം കണ്ടപാട് പറഞ്ഞൊരു ഡൗട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജെനറ്റിക് അവിടെ നിന്ന് ജെനറ്റിക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ SMA ടൈപ്പ് 3. അവിടെ നിന്ന് പറഞ്ഞു പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് SITയിൽ ഇവർക്ക് SMAക്കുള്ള സൗജന്യ മെഡിസിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളവിടെ പോയപ്പോൾ ടൈപ്പ് 1-നും 2-നും സൗജന്യ മെഡിസിൻ ഉണ്ട്, ടൈപ്പ് 3-ക്കില്ല. മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ദിവസം കഴിയുന്നോറും കുട്ടി വീക്കായി വരിക, തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ഇപ്പം തന്നെ മറ്റ് എവിടെയെങ്കിലും വീണാൽ സ്വന്തം എണീക്കാൻ നോക്കലുണ്ട്, പിടിച്ചിട്ട് എണീക്കാൻ നോക്കലുണ്ട്. ഇപ്പം അങ്ങനെ എണീക്കാൻ നോക്കുന്നില്ല. സ്റ്റെപ്പൊന്നും തീരെ കയറാൻ കഴിയുന്നില്ല, സ്റ്റെപ്പ് കയറാനും കഴിയുന്നില്ല. മരുന്ന് കഴിക്കണം എന്നല്ലേ പറഞ്ഞത്. മെഡിസിൻ കഴിച്ചാൽ ഈ ഒരു ലെവലിൽ കിട്ടും, തളരാതിരിക്കും എന്ന് പറഞ്ഞു. 1 വർഷത്തേക്ക് 83-84 ലക്ഷത്തോളം വരും. ലൈഫ് ലോങ് കഴിക്കേണ്ട മെഡിസിനാണ്. ഇല്ല, ഒന്നും ആയില്ല. ഡോക്ടർ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞത്.